അങ്കിരസിൻ്റെയും മത്സ്യയുടെയും പുത്രനായ ബൃഹസ്പതിയുടെ അർത്ഥ സഹോദരിയായ വരശ്രീ എന്ന അഷ്ടവസുക്കളിൽ 8ാമത്തെ വസുവായ പ്രഭാസനിൽ ജന്മമെടുത്ത ശില്പി പ്രജാപതിയുടെ നാമം വിശ്വകർമാവ്. ദേവശില്പിയായ ഋഷിവര്യനാകുന്നു വിശ്വകർമാവ് എന്ന ഫൗവന വിശ്വകർമാവ്. ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനവും ചതുർവേദങ്ങളിൽ പ്രഥമ സ്ഥാനവും അലങ്കരിക്കുന്ന ഋഗ്വേദത്തിലെ 10ാം മണ്ഡലത്തിലെ 81, 82 അധ്യായങ്ങളിലും വിശ്വകർമാവിനെ കുറിച്ച് പരാമർശിക്കുന്നു. വിശ്വകർമാവിനെ ത്വഷ്ടാവ് എന്നും പരാമർശിക്കുന്നു. ആദ്യകാലഘട്ടങ്ങളിൽ അദ്ദേഹം ആ നാമത്തിലായിരുന്നു വിരാജിച്ചിരുന്നത്. പിന്നീട് വിശ്വത്തിൻ്റെ കർത്തവ്യം ഈശ്വരനിൽ ആരോപിക്കപ്പെടുമ്പോൾ ആ ശക്തിയെ വിശ്വകർമാവ് എന്ന് അറിയപ്പെടുന്നു. അതിനാൽ തന്നെ അദ്ദേഹം പിൽക്കാലത്ത് വിശ്വകർമാവ് ആയിത്തീർന്നിരിക്കുന്നു. ഈ വികാരങ്ങൾ ബുദ്ധി, ഇച്ഛാശക്തി, ഭാവന എന്നിവയെല്ലാം ആയി നമ്മളിൽ വസിക്കുന്നു. പ്രളയകാലത്തിന് ശേഷം, അതായത് സൃഷ്ടിയുടെ ആദ്യം, ത്രിമൂർത്തികളെ സൃഷ്ടികർമ്മത്തിന് സഹായിക്കുന്നതിനായി ഋഷിവര്യനാകുന്ന വിശ്വകർമാവ് ജന്മമെടുത്തു. യാസ്കമുനിയാൽ ആലേഖനപ്പെട്ടിരിക്കുന്ന നിരുക്ത നിഘണ്ടുവിൽ വായു, വരുണൻ, രുദ്രൻ, ഇന്ദ്രൻ, പർജന്യൻ, ബൃഹസ്പതി, ബ്രഹ്മണസ്പതി, ക്ഷേത്രസ്പതി, വാസ്തോഷ്പതി, വാചസ്പതി, അപാന്നപാദ്, യമൻ, മിത്രൻ, കൻ, സരസ്വാൻ, വിശ്വകർമാവ്, താർക്ഷ്യൻ, മന്യു, ദന്ത്രികാന്തൻ, സവിതാവ്, ത്വഷ്ടാവ്, വാദൻ, അഗ്നി, വേനൻ, അസൂദിനി, ഋതൻ, ഇന്ദു, പ്രജാപതി, അഹി, അഹിർവൃതൻ, സുപർണൻ, പുരൂരവ എന്നീ പര്യായ നാമങ്ങളിൽ വിശ്വകർമാവിനെ വിശേഷിപ്പിക്കുന്നു. അദ്ദേഹം ദേവപുരുഷനാകുന്നത് കൂടാതെ സഹസ്രാക്ഷനും സഹസ്രപാദനും സഹർഷശീർഷനും ആകുന്നു. വിശ്വകർമാവിൻ്റെ ആദ്യ രൂപമാകുന്നു ആദികൽപ്പത്തിലെ സ്വയംഭുവായ പഞ്ചമുഖ ബ്രഹ്മാവ്. വിശ്വകർമാവ് 5 മുഖങ്ങളും 10 നേത്രങ്ങളും, ചില വർണ്ണനയിൽ ത്രിനേത്രത്തോടു കൂടിയാകയാൽ തന്നെ 15 നേത്രങ്ങളും ഉണ്ടാകുന്നതായി വിശേഷിപ്പിക്കുന്നു. കൂടാതെ സജ്ജോദാത മുഖം വെളുത്തതും, വാമദേവമുഖം കറുത്തതും, അഘോരമുഖം ചുമന്നതും, ഈശാനമുഖം നീലയും, തൽപപുരുഷമുഖം മഞ്ഞയുമാകുന്നു. കൂടാതെ കൈകളിൽ കമണ്ഡലവും പീതവസ്ത്രവും വനമാലയും രുദ്രാക്ഷവും ഉത്തരീയം, ജപമാല, നാഗം, താമര, വീണ, ഠമരു, ബാണം, ശംഖ്, ചക്രം എന്നിങ്ങനെയാകുന്നു വിശ്വകർമ്മ രൂപവർണ്ണന. മഹാഭാരതത്തിൽ ഭൗമനൻ എന്ന് വർണ്ണിച്ചിരിക്കുന്നു വിശ്വകർമാവിനെ. ദേവന്മാരുടെ ആഭരണങ്ങളും ആയുധങ്ങളും രഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നതും കൂടാതെ വരുണസഭയും യമസഭയും നിർമ്മിച്ചിരിക്കുന്നതും ഇദ്ദേഹമാകുന്നു. സൂര്യപത്നിയായ സപ്ഞാദേവി ഇദ്ദേഹത്തിൻ്റെ പുത്രിയാകുന്നു. ദേവന്മാരും ഋഷിവര്യന്മാരും വിശ്വബ്രഹ്മദേവനെ പൂജിക്കുന്നതിനായി ഒരു ദിവസമുണ്ടാകുന്നു. ആ ദിനമാണ് ഋഷിപഞ്ചമി. ഭദ്രാമാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമിയാണ് ഋഷിപഞ്ചമിയായി ആചരിക്കുന്നത്. കൂടാതെ ആ ദിനമാകുന്നു പഞ്ചർഷികൾക്ക് വിശ്വദർശന രൂപം നൽകിയ ദിനം കൂടിയാകുന്നു വിശ്വകർമാവ്.